കശ്മീരിലെ വിനോദസഞ്ചാര സീസണാണ് ഇപ്പോഴത്തേത്. പക്ഷേ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കശ്മീരിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ഈ 50ഓളം റിസോർട്ടുകൾ ഉൾപ്പെടെ 50ഓളം ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടയ്ക്കുവാൻ ജമ്മു കാശ്മീർ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദാൽ തടാകത്തിന് തീരത്താണ്. ദാൽ തടാക തീരത്തിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല. പക്ഷേ നമുക്ക് കാണാം, വിനോദസഞ്ചാരികൾ ഇല്ലാത്തതിനാൽ തന്നെ ഷിക്കാരകളൊക്കെ ഇങ്ങനെ ഈ തീരത്ത് അടുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഹൗസ് ബോട്ടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും കാര്യമായ തോതിൽ വിനോദസഞ്ചാരികളുടെ സാന്നിധ്യം ഇല്ല. ആരെങ്കിലും കശ്മീരിലേക്ക് വരികയാണെങ്കിൽ അവർ ഏറ്റവും ആദ്യം നോക്കേണ്ടത് അവർ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു പ്ലാൻ അവർക്കുണ്ടായിരിക്കണം. എന്നിട്ട് ആ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ടോ ഇല്ലയോ എന്നത് ഈ പരിശോധിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടയ്ക്കാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കൊണ്ട് 87-ൽ 50ഓളമാണ് അടച്ചിട്ടുള്ളത്. ബാക്കി 35-ലധികം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇപ്പോഴും തുറന്നിട്ടുണ്ട്. അവിടങ്ങളിൽ പോകുന്നതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ആർക്കുമില്ല. തുറന്നിരിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ നല്ല സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ CRPFും അതുപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസുമൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ കശ്മീരിലേക്ക് വരുന്ന വിമാനയാത്രക്കാരുടെയൊക്കെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതിനു പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഹോട്ടലുകളുടെയൊക്കെ ബുക്കിങ്ങുകൾ വ്യാപകമായ തോതിൽ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ജമ്മു കാശ്മീരിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ കാര്യമാണ് ഈ ടൂറിസം. ആ ടൂറിസത്തിനാണ് ഇപ്പോൾ ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വളരെ വൈകാതെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുമെന്നാണ് ഇവിടെയുള്ള ഈ ഷിക്കാര ഉടമകളും അതുപോലെ തന്നെ ഹൗസ് ബോട്ട് ഉടമകളും മറ്റ് ടൂർ ഓപ്പറേറ്റർമാരുമൊക്കെ പ്രതീക്ഷിക്കുന്നത്.